സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ചൻ വാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ചൻ വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവ്വം ചെയറിനെ വാച്ചൻ വാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. യെസ്, ബഹുമാനപ്പെട്ട സർ, അങ്ങ് ഇന്നലെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറെ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സർ, അങ്ങനെയല്ലേ ചാടിക്കയറിയത്? സർ, ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങളാണ് ചാടിക്കയറിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെക്കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു, അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ. സർ, ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സർ, ഒരു മിനിറ്റ്. ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ്. സർ, അതാണ് നമ്മളിവിടെ കാണുന്നത്. സർ, ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം. മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല. അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. ഒരു മിനിറ്റ് മനസ്സിലായി. ഈ ബഹുമാന്യയായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യയായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയാളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരമൊരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ്. സാർ, ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൾ, വാങ്ങിയാൽ, മൂന്നാമത്തെയാൾ, ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു.
ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വന്നു. സാർ, ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത് ഒന്ന് അദ്ദേഹം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാറേ, ഡൽഹി കലാപത്തിന് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്ത് കാണുന്നതും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി എം പി രാജേഷ്. വംശഹത്യക്ക് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. അല്ലല്ല, പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിക്കെതിരെ അല്ല, അങ്ങ് പാർലമെന്ററി സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തിയില്ലോ. ഒരേ കാര്യം തന്നെ പറയുന്നത് അല്ലല്ല, അങ്ങ് കേൾക്ക്. അങ്ങ് എന്ത് ഇത്ര അസഹിഷ്ണുത? അത്ര വേണ്ട, അത്ര അസഹിഷ്ണുതയൊന്നും വേണ്ട. എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ്. സോണിയാഗാന്ധി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇരട്ടത്താപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ബാലി കോഹ്ലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി. എറണാകുളത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. സാർ, ഇതെന്ത് ന്യായമാണ് സാർ? അൻവർ മറുപടി കേൾക്കാൻ നിൽക്കണ്ടേ? അതെന്താ? ഒരു ഡിബേറ്റിലേക്ക് പോകുമ്പോ 2 പക്ഷവും പറയാൻ കേൾക്കണ്ടേ? അങ്ങ് പറഞ്ഞോ അങ്ങയുടെ നേരെയോട് മിണ്ടാതിരിക്കാൻ പറ. അങ്ങ് സംസാരിച്ചു, അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല. സാർ, ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ അനുരാഗ് ഠാക്കൂറിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പടം. കെട്ടിപ്പിടുത്തം ഞാനല്ല സാർ നടത്തിയത്, അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സാർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് ഠാക്കൂറും ഞാനും മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിലിടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചോ സോണിയാഗാന്ധിയെക്കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. ഞങ്ങൾ തിരുത്താമല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.